കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ആമീൻ. സ്തോത്രം. വേഗത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകി തരുന്ന ചിന്തകൾ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് ആമീൻ ഇന്നത്തെ മീറ്റിംഗ് അതിൻ്റെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമീൻ. സ്തോത്രം. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലോട്ട് വീണ്ടും നമുക്ക് മടങ്ങി വരാം. നിങ്ങൾക്ക് ആർക്കും പ്രയാസം തോന്നത്തില്ലെന്ന് തോന്നുന്നു നെഹമ്യാവെന്ന് കേൾക്കുമ്പോൾ. ആമീൻ. നമുക്ക് പതുക്കെ ഈ ഉപവാസ പ്രാർത്ഥനയോടുകൂടെ നമുക്കതിനൊരു വിരാമം കുറിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആമീൻ. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ചു. If we could turn our attention to the book of Nehemiah, chapter 4, verses 1 and 2. സൈന്യവും കേൾക്കെ പറഞ്ഞു. സ്തോത്രം. നമ്മൾ ആ ഭാഗമാണ് ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ആമീൻ. ചണ്ടിക്കൂമ്പാരത്തിനകത്തുനിന്ന് കല്ലുകൾ ജീവിക്കുമോ എന്നുള്ള വിഷയം നാം ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. We have been meditating on this passage of scripture over the past few weeks and months, and specifically we spoke about, will they revive the stones from the heaps of rubbish or stones that are burned? ദൈവത്തിന്റെ പ്രവൃത്തിക്ക് നാം പ്രത്യേകിച്ച് സാഹചര്യം ഒന്നും ഒരുക്കി കൊടുക്കണ്ട. In order for God to work, we don't need to create the circumstances. സാഹചര്യങ്ങൾ എങ്ങനെ പ്രതികൂലമാണെങ്കിലും ദൈവത്തിന് പ്രവർത്തിപ്പാൻ അതൊരു തടസ്സമല്ല. Regardless of how the situation may seem in opposition, that's not a problem for our God. ശത്രു എത്ര തകർത്താലും ശത്രു എത്ര മുടിച്ചാലും എത്ര പദ്ധതികൾ ഒരുക്കിയാലും ഒരുത്തനെ ഉയർത്താൻ ഒരുത്തനെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് സംഭവിച്ചിരിക്കും. Regardless of how man tries to, regardless of what the situations might seem like, regardless of the opposition, regardless of how the enemy tries to destroy and to put a full stop to an individual, if it is God's will that they should be raised up, if it is God's will that they should succeed, then God will be able to do it. 2 ആഴ്ച മുൻപ് വെള്ളിയാഴ്ച പകലിൽ നമ്മൾ ധ്യാനിച്ചായിരുന്നു അസ്ഥിയുടെ താഴ്വരകളിലോട്ട് പ്രവാചകനെ ഇറക്കി വിട്ട കാര്യം നാം അല്പമായിട്ട് ധ്യാനിപ്പാനിടയായി തീർന്നു. 2 Fridays prior we were able to meditate on the passage of scripture in which the man of God was sent into the valley of dry bones. ഏറ്റവും ഉണങ്ങിയിരിക്കുന്ന താഴ്വര. And it says it was the most dry. എല്ലാം ചിതറിക്കിടക്കുകയാണ്. It was all scattered. അസ്ഥികളുടെ വലിയൊരു കൂമ്പാരത്തെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. And he was able to see a heap of bones. ആമേൻ. ദൈവം തന്നെ ചോദിക്കുകയാണ്, ആമേൻ, ഈ അസ്ഥികൾ ജീവിക്കുമോ? And God asks him, will these dry bones live? പ്രവാചകൻ മറുപടി പറയുന്നു, കർത്താവേ, അങ്ങ് അറിയുന്നു. And the prophet replies and says, God, you alone know. ആമേൻ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നീ ഈ അസ്ഥിയെ നോക്കി തന്നെ പ്രവചിക്കണം. And then God says to him, look at these dry bones and prophesy. സാധ്യതകളെ നോക്കി ദൂത് പറയാൻ നമുക്കൊരു ധൈര്യമുണ്ട്. We, hallelujah, have a confidence when we see the circumstances being in favor of our situation to prophesy. ഒരു പെർസെന്റേജ് എങ്കിലും നടക്കുമെന്ന് സംഭവിക്കുമെന്ന് സാധ്യതയുണ്ടെന്നൊരു സൂചന ഉണ്ടെങ്കിൽ നമുക്ക് സ്തോത്രം ചെയ്യാനും പ്രാർത്ഥിപ്പാനും കൽപ്പിക്കാനും ശുശ്രൂഷിപ്പാനും നമുക്കൊരു പ്രത്യേക ധൈര്യമുണ്ട്. If we look around us and we see that the situation is at least in a small way, that there would be some possibility that using human logic there seems to be some way in which we could move forward, then we have the reassurance and the confidence to pray and to give thanksgiving to God. 100% സാധ്യതയില്ലെന്ന് നമുക്ക് നല്ല ബോധ്യമുള്ളപ്പോൾ അവയെ നോക്കി നമുക്ക് ദൂത് പറയാൻ പറ്റുമോ? But when we look around us and we see that 100% there is no possibility, that it is a complete and utter impossibility that remains before us, do we have the confidence to trust in God and to speak hallelujah words of faith? അങ്ങനെ സംസാരിക്കുന്ന
വിശ്വസിക്കുന്നവരെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. God wishes for those who have that kind of faith. ആമേൻ. 100% വ്യക്തമായി ബോധ്യമുണ്ട്. ഏറ്റവും ഉണങ്ങിയിരിക്കുന്നത് കാണിച്ചിട്ട് അതിനെ നോക്കി ജീവിക്കാൻ പറയുന്ന ആ ഒരു ദൈവ പ്രവൃത്തിയാണ് ഈ തലമുറ ദൈവം നമ്മളെ പറ്റി When we ആഗ്രഹിക്കുന്നത്. look around us and all we see is complete impossibility, there is no chance for hope, there is no, hallelujah, way that this can work, and God looks to see who is able to stand up in this generation and say, no, despite the opposition, I will still trust in God. എലീശ പറഞ്ഞതുപോലെ കാറ്റ് നോക്കാതെ, മഴ നോക്കാതെ, ലക്ഷണം നോക്കാതെ ഇവിടെ കുഴിക്കാനായിട്ട് തയ്യാറായാൽ അവിടെയാണ് വെള്ളം നിറയുവാനിടയായി തീരുന്നത്. As the man of God said, if you do not look at the signs, if you do not look at the wind or the clouds in the sky, if you by faith are able to dig your trenches here, God is able to fill them with water. നമ്മൾ തന്നെ നമ്മുടെ അസാധ്യങ്ങളെ നോക്കിയിട്ട് പറയണം ഒരു ദൈവ പ്രവൃത്തി ഇതിനകത്തുണ്ട്. We should look at our impossibilities. We should look at the emptiness and the void in our life and say, there is an opportunity for God's work in this place. എല്ലാ വഴികളും അടയപ്പെട്ടത് മനസ്സിലാകുമ്പോൾ നീ ആത്മാവിൽ നോക്കിയിട്ട് പറയണം ഇത് ദൈവം പ്രവർത്തിക്കാനുള്ള സമയം. യഹോവയേ ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമെന്ന് നാം ആത്മാവിൽ സംസാരിക്കാനിടയായി തീരണം. When we look around us and we see that there is no chance for anything to occur, where all possibility is lost, where all hope is lost, we should have the confidence and the trust in God to say, this is, hallelujah, the place in which my God can do wondrous miracles. Praise the Lord. Hallelujah. ആമേൻ. സ്തോത്രം. സ്റ്റുഡൻസ് ആയിട്ട് വന്ന കുഞ്ഞുങ്ങളുണ്ട്, COSന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, എക്സാമിന് വേണ്ടി ഒരുക്കപ്പെടുന്നവരുണ്ട്, ആമേൻ, കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മുൻപിൽ സകലതും പ്രതികൂലമായിരിക്കാം, ഒരു സാധ്യത മുൻപിലില്ലായിരിക്കാം. അത് നിനക്ക് ദൂത പറയാൻ, നിനക്ക് ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ ദൈവം തരുന്ന അവസരമാണ്. ഈ ഉണങ്ങിയ അസ്ഥിയോട് നീ പറയണം, ഉണങ്ങിയ അസ്ഥിയെ യഹോവയുടെ വചനം കേൾപ്പി. Hallelujah. There are those among us who are waiting for the work of God to occur in our lives. Those of us who are students, we look around us and we see that there is no hope, there is no, hallelujah, doors being opened, every way is closed. But we should have the faith in God to say, we look at these dry bones, the dry situation, the barrenness in the wilderness that we see around ourselves, and say, God, you are able to bring to life that which is dead. Hallelujah. Hallelujah. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അസാധ്യമായ വിഷയത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവന്നേ. If that be the case, can you bring that which you consider to be impossible before the presence of God? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ഉപവസിച്ചിട്ടും വിടുവിക്കപ്പെടാത്ത ചില വിഷയങ്ങളെ ഒന്ന് മുൻപോട്ട് കൊണ്ടുവന്നേ. You know that prayer matter that you've been fasting about, that you've been praying about, and you see no way forward, you see no solution. Can you bring that into the presence of God right now? താഴ്വര ഇറങ്ങിയതുപോലെ നിങ്ങളുടെ ആ പ്രതിസന്ധിയുടെ മുൻപിലോട്ട് ദൈവാത്മാവ് നിങ്ങളെ കൊണ്ടുവരികയാ. Oh, just as the man of God entered into the valley of dry bones, the Spirit of the Lord wants to take you to that place of impossibility. നിങ്ങൾ തന്നെയാണ് അത് അഭിമുഖീകരിക്കുന്നത്. Hallelujah. You may be facing that challenge by yourself. നിങ്ങളുടെ ആ പ്രതിസന്ധി, നിങ്ങളുടെ ആ വെല്ലുവിളി അത് നിങ്ങൾ മാത്രമാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. It is the challenge that is before you. It is, hallelujah, the voice of the enemy that shouts against you, and it is by yourself that you have to face it. അതിന്റെ വേദനയും അതിന്റെ പ്രയാസവും അതിന്റെ ദുരിതവും നിങ്ങൾ അനുഭവിക്കുകയാണ്. And you endure the pain, the suffering, the turmoil that comes along with having to face this impossibility by yourself. വിശ്വാസത്തോടെ ആദരം ഒന്ന് തുറന്നേ. But can you open your mouth in faith? നിങ്ങൾക്ക് അകത്ത് ദൈവകൃപയുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, വിശ്വാസത്തോടെ നിങ്ങളങ്ങ് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ വഴികൾ തുറക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സാധ്യതകൾ തുറന്നു വരട്ടെ. വിശ്വാസത്തോടെ അതിനെ തുറന്ന് ആത്മാവിൽ പറഞ്ഞാട്ടെ. If you have the confidence that the grace of God is dwelling within you, if you have the confidence that the Spirit of the Lord works within you, can you open your mouth to declare, hallelujah, the promises of God? Can you open your mouth to claim, hallelujah, the work of the Lord, that He will do miracles, He will do wonders in our lives?
എല്ലാവരും പറയണം കേട്ടോ. Hallelujah. അല്പം ഒരു 5-10 മിനിറ്റ് ഞാൻ വേർതിരിക്കാൻ പോകുകയാണ്. Praise God. നിങ്ങൾ ആ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ആത്മാവിൽ സംസാരിക്കണം. I'm going to set aside a couple minutes. I want you to open your mouths and take this നിങ്ങളുടെ opportunity. മുൻപിൽ ഏറ്റവും ഉണങ്ങിയിരിക്കുന്ന, ഏറ്റവും ഭാരപ്പെടുന്ന, ചലനമില്ലാതിരിക്കുന്ന വിഷയങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ തന്നെ ആത്മാവിൽ പറഞ്ഞ്, നിങ്ങൾ തന്നെ ആത്മാവിൽ പറഞ്ഞ്, വിശ്വാസത്തോടെ നിങ്ങൾ തന്നെ ആത്മാവിൽ പറഞ്ഞ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിന്റെ ചില ബന്ധനങ്ങൾ ഇന്ന് പകലക്കാലം അഴിയട്ടെ. ചില വഴികൾ ദൈവത്തിന്റെ ആത്മാവ് തുറക്കട്ടെ. വിശ്വാസത്തോടെ നിന്റെ ആദരത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവന്റെ വചനം നിന്റെ ഭവനത്തിനകത്ത് കയറട്ടെ. നിന്റെ ഭവനത്തിലെ അകത്ത് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ എല്ലാവരും 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 അസ്ഥിയെ നോക്കി നിന്റെ ആദരം തുറന്ന് പറ, നിന്റെ ആദരം തുറന്ന് പറ, നിന്റെ വായിൽ നിന്ന് പറ, യേശുവിന്റെ നാമത്തിൽ എന്റെ ഭാവി, എന്റെ മുൻപോട്ടുള്ള ഗമനം ആ കാറ്റിന്ന് പകലക്കാലം അടിക്കട്ടെ. ജീവിപ്പിക്കുന്ന കാറ്റ്, അസ്ഥികളെ എഴുന്നേൽപ്പിക്കുന്ന കാറ്റ്, ഞരമ്പ് വെക്കുന്ന കാറ്റ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലക്കാലം സംഭവിക്കട്ടെ. ദൈവമേ, ഞാൻ വിശ്വാസത്തോടെ ഇത് പറയാൻ പറഞ്ഞത് കാരണം നിങ്ങൾക്ക് തന്നെ വിശ്വാസം വർദ്ധിക്കണം. സ്തോത്രം. ഞാൻ ആത്മാവിൽ കൽപ്പിച്ചത്, ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞത്, സ്വർഗം അത് അങ്ങനെ തന്നെ നീതിയായി കണക്കിട്ടെന്ന് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാനാണ് എല്ലാവരും അതിനെ തുറന്ന് പറയാൻ പറഞ്ഞത്. The reason why I asked you all to say it with your own mouths is so that heaven would know, hallelujah, when you declare with faith, when God is able to work in your life, when He is able to make the impossible a possibility, then your faith will increase. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വചനം പറയുന്നത് ജീവിപ്പിക്കുന്നത് ആത്മാവ്. Hallelujah. The word of God says it is the spirit that brings to life. ആത്മാവിനെ ജീവിപ്പിക്കാൻ നാം പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. And in order for the Spirit of the Lord to manifest and to bring to life, we need to speak those words of faith. വിശ്വാസ പ്രഖ്യാപനമാണ് ആത്മാവ് ഏറ്റെടുത്ത് ജീവിപ്പിക്കുന്നത്. It is our proclamation of faith that stirs the Spirit of God to bring that's dead to life. നോക്കി നമ്മൾ പറയുക, യേശുവിന്റെ നാമത്തിൽ വായ് തുറക്കട്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞാലും വായിൽ നിന്ന് പുറപ്പെട്ട വചനത്തെ ആത്മാവ് ഏറ്റെടുത്തിട്ട് അത് തുറക്കുന്നിടം വരെ ദൈവാത്മാവ് അത് ഏറ്റെടുത്ത് ഇടപെടുവാനിടയായി തീരും. Because when we open our mouths and speak to the impossibility and we say in Jesus' name, let the door be opened, even when we say amen and our prayer is finished, the words that have proceeded from our mouth has been taken on by the Holy Spirit, and the Spirit of the Lord continues to work until, hallelujah, the word that you have spoken is fulfilled. ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് ചർച്ചിന്റെ വാതിക്കൽ നിന്നിട്ട് സന്ധ്യയാകുമ്പോൾ നടക്കാൻ പ്രാർത്ഥനയ്ക്ക് നടന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ചർച്ചിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് വിശ്വാസത്തെ കൽപ്പിക്കുക, യേശുവിന്റെ നാമത്തിൽ ജനം അകത്തു വരട്ടെ, വിടുവിക്കപ്പെടേണ്ടത് അകത്തു വരട്ടെ, രക്ഷയേറ്റവർ അകത്തു വരട്ടെ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ കൽപ്പിച്ച സമയം ഞാൻ ഓർക്കുന്നുണ്ട്. I think back to the times when I was ministering, hallelujah, and I used to have a habit of standing at the door of the church and I'd pray in faith. I'd say, God, let that which is supposed to come into the church, let it come. Let the souls that ought to be saved, let them be saved. Let those who need to hear the gospel of salvation, let them hear, hallelujah, the truth of your word. അവിടെ വന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ഞാൻ പോയിട്ട് വന്നതല്ല,
പക്ഷെങ്കിൽ ഈ പറഞ്ഞത് ദൈവാത്മാവ് ഏറ്റെടുത്തതിന്റെ അടയാളം ഞാൻ കണ്ടിട്ടുണ്ട്. And I was able to see that it's not because I went and visited people and brought them to Christ. It's because the words of faith that I proclaimed, the Spirit of the Lord took it upon itself to fulfill those promises, those proclamations. ഓരോ ഭവനത്തിന് മുൻപിൽ കൂടെ പോകുമ്പോൾ കർത്താവേ, വിടുവിക്കപ്പെടുന്നതിന്റെ അകത്ത് മറഞ്ഞു കിടപ്പുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഭവനത്തിൽ നിന്ന് പുറത്തു വരട്ടെ. അവൻ കർത്താവിനെ അറിയേണ്ടതിന്റെ അകത്ത് ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുറത്തു വരട്ടെ. ഇങ്ങനെ വിശ്വാസത്തോടെ ഭവനങ്ങളെ ദേശങ്ങളെ നോക്കി ആത്മാവിൽ കൽപ്പിച്ചു പ്രാർത്ഥിച്ച സമയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. I think back to the times when I would by faith walk through neighborhoods and walk past people's homes, and I would pray looking at those homes saying, God, if there are people in this house that ought to be saved, if there are hallelujah people who are hiding away in the corners of this neighborhood that require hallelujah hearing the gospel of salvation, require hearing the truth of Jesus Christ, I was able to see how God was able to make those proclamations of faith come to be. നമ്മുടെ നാവിന്റെ അധികാരമുണ്ട്. We have authority. There is authority. വിശ്വാസത്തോടെ നിങ്ങൾ പറയണം, നിങ്ങൾ കൽപ്പിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, ആത്മാവിൽ നിങ്ങൾ പ്രഖ്യാപിക്കണം. കർത്താവ് സാധ്യമാക്കി തരും. There is power and authority in the words that we speak, and so we should pray. We should make proclamations of faith because the Spirit of the Lord will cause it to come to pass. ആമേൻ. പ്രവാചകൻ, ഞാൻ ആ ഭാഗമല്ല എൻ്റെ വിഷയങ്ങളിൽ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പ്രവാചകൻ പ്രവചിച്ചു, ആമേൻ സ്തോത്രം, കാറ്റടിപ്പിച്ചു, വരുത്തേണ്ടതിനെ എല്ലാം കർത്താവ് വരുത്തി. Hallelujah. Even though that is not the passage of scripture we're meditating on today, I just mentioned it in passing. The prophet of God was able to speak to the dry bones. He prophesied as God had told him to. God caused the wind, hallelujah, to blow, and everything joined together as God had intended. Praise the Lord. Hallelujah. അതുകൊണ്ട് അവിശ്വാസത്തിന്റെ വാക്ക് പറയല, വിശ്വാസത്തോടെ നിങ്ങൾ പറയണം, കർത്താവേ, അവൻ രോഗം വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവൻ വഴികൾ അടയപ്പെടുമ്പോൾ കർത്താവിന്റെ നാമത്തിൽ അടിയെ കൽപ്പിക്കുന്നു, വഴികൾ തുറന്നു വരട്ടെ. അമിതമായ ഭാരം അകത്തോട്ട് വരുമ്പോൾ വിശ്വാസത്തെ പറയണം, യേശുവിന്റെ നാമത്തിൽ എന്റെ ഹൃദയത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ആ ഭാരത്തെ ശാസിക്കുന്നു, ദൈവിക സമാധാനം ഞാൻ ഏറ്റെടുക്കുന്നത് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് ആത്മാവിൽ കൽപ്പിക്കാൻ ദൈവമക്കൾ പഠിക്കണം. And so we as children of God need to learn never to speak words of disbelief, but instead to make proclamations of faith, that when we have hallelujah illness or sickness, we say in Jesus' name let there be healing. When we see a door closed before us, we say in Jesus' name let the doors be open, let the way hallelujah be shown. When we hallelujah have a burden that is hallelujah causing a heaviness in our heart, we say in Jesus' name let there be peace, let it be lifted up, let there be healing, let the hallelujah what's broken be mended, and we speak those words of faith. ഏലിയ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. പുള്ളി അങ്ങ് ക്ലോസ് ചെയ്തു, ആകാശത്തെയും ഭൂമിയൊക്കെ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഴയും മഞ്ഞൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. അന്നേരം ഷട്ട് ഡൗൺ ചെയ്തു പരിപാടി. We read about the prophet Elijah who spoke, hallelujah, by faith. He said, until I speak, there will be no more rain. And as soon as he spoke those words, the whole program was shut down. ജോഷുവ പറഞ്ഞു, സൂര്യനോടും ചന്ദ്രനോടും പറഞ്ഞു നിൽക്കാൻ പറഞ്ഞു, കൂട്ടുകാർ ഗ്ലെന്നെ അവിടെ നിൽക്കാൻ പറഞ്ഞതുപോലെ ആമി അത്രയും ആമി ദൂരമുള്ള സൂര്യനെ നോക്കിയിട്ട് കൂട്ടുകാരോട് പറഞ്ഞതുപോലെ അവിടെ നിൽക്കാൻ പറഞ്ഞു, അവിടെ നിന്നു. Joshua, we read about in the book of Joshua, where he speaks to the sun and the moon and he says, just hold up a minute, just wait there, and it stopped as it was standing. Praise the Lord. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വല്ലപ്പോഴും ഉപയോഗിക്കണ്ടേ? അതങ്ങനെ തമ്മി മിണ്ടത്തില്ല, പിന്നെ ദൈവത്തോട് മിണ്ടുന്നു. അതുകൊണ്ട് സ്തോത്രം, ഞാൻ പറഞ്ഞവന്റെ കാര്യം വിശ്വാസത്താൽ നാം സംസാരിക്കണം. We need to remember to make these proclamations of faith. നമ്മുടെ വിഷയത്തിലോട്ട് മടങ്ങി വരാം. Let's come back to the verse we read. സ്തോത്രം, ഈ ചണ്ടിക്കൂമ്പാരന് കല്ലുകൾ ജീവിക്കുമോ എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. And he spoke before his brethren and the army of Samaria, saying, will they revive the stones from the heaps of rubbish, stones that are burned? അപ്പോൾ സൻബലത്ത് സ്തോത്രം ഇങ്ങനെ നിന്ദിക്കുമ്പോ ഈ നെഹമ്യാവും കൂട്ടരും മാത്രമല്ല കേൾക്കുന്നത്, സൻബലത്തിന്റെ സഹോദരന്മാർ, ശമരിയ സൈന്യം, ഇവര് കേൾക്കയാണ് ദൈവജനത്തെ നിന്ദിക്കുന്നത്. And when we read here in the verses in chapter 4, Sanballat, when he is mocking and he is scorning hallelujah the people, Nehemiah and the people of God, it's not just their ears that hear his mockery, rather it says he spoke before his brothers and before the army of Samaria. അപ്പോൾ ശ്രദ്ധിച്ചാട്ട്, ഒരാളുടെ മുന്നിൽ വെച്ചെങ്ങാനും നമ്മൾ ഒരാളെ ഒന്ന് കളിയാക്കി
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ പോലും നമ്മുടെ മുഖവും രൂപവും ഭാവവും ഒക്കെ എന്ത് ചെയ്യും? See, even if we are spoken badly of in front of one other person, we will get offended, we will be upset. ഇവിടെ ഒരു സൈന്യം, ഒരു കൂട്ടം ആൾക്കാരുടെ മുൻപിലാണ് പറയുന്നത്, ബലമില്ലാത്തവർ, കഴിവില്ലാത്തവർ, ഇവരിപ്പം അങ്ങോട്ട് ആരാധിക്കാൻ പോകുകയാണോ, ഒരു ദിവസം കൊണ്ട് പണി തീർക്കാൻ പോകുകയാണോ, പിന്നെ ഈ തകർന്നു കിടക്കുന്നതിനകത്തുനിന്ന് കല്ലെഴുന്നേൽപ്പിക്കാൻ പോകുകയാണോ എന്ന് സ്തോത്രം ഒരു സൈന്യം, ഒരു കൂട്ടം ജനത്തിന് മുൻപിൽ നിന്നുകൊണ്ടാണ് ഈ ജനത്തെ അവർ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത്. But here we see that it is not in front of one or two people, it's an entire army, and before his brethren that he speaks these words of mockery and he scorns Nehemiah and the people of God. ഒരു കാര്യം സന്തോഷമുണ്ട്, സൈന്യം ഇറങ്ങി വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും സ്തോത്രമല്ല, പണിയെ മുടക്കാൻ ആ സമയത്ത് അവർക്ക് പറ്റിയില്ല. Hallelujah, I'm encouraged in understanding this through these verses, that even though the army of Samaria were there and they were present, they were unable to stop the people of God from doing their work. സ്തോത്രം, ഈ നെഹമ്യാവിന്റെ മതിലല്ല നമ്മുടെ വിഷയം, നമ്മുടെ വ്യക്തിപരമായ ആത്മമണ്ഡലങ്ങൾ പണിയപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. See, even though we are meditating about the wall that is being built by Nehemiah, that is not our focus. The focus is the walls of our spirituality, the walls of our personal life that need rebuilding. നമ്മുടെ പ്രാർത്ഥന ജീവിതം, ദൈവവചന ധ്യാനം, ദൈവത്തോടുള്ള ബന്ധം, ആരാധന, വിശുദ്ധി എന്നിത്യാദി മേഖലകളിൽ പൊളിയപ്പെട്ട് കിടക്കുന്നത്. നിങ്ങൾ നന്നായി പ്രാർത്ഥിപ്പാൻ, നന്നായി ആരാധിപ്പാൻ, ശരിക്കും ഒരു വിശുദ്ധനായി, ഒരു യഥാർത്ഥ ആത്മികനായി നിങ്ങൾ വളരാൻ തീരുമാനമെടുത്തോ, അന്ന് മുതൽ നിങ്ങൾ അറിയാത്ത പല പ്രതിസന്ധികൾ നിങ്ങളുടെ മുൻപിൽ ഒരു സൈന്യം പോലെ. Your prayer life, your worship, your Bible meditation, your spiritual life, your walk with Jesus, all of these things, the moment you start to and you decide that you are going to rebuild the walls, you recognize that the enemy will come in full force like an army to stand against you, to mock you and to scorn you. ഒരു കാര്യം ഞാൻ പറയാം, ശത്രു എത്ര പൊളിച്ചാലും മടങ്ങി വരാനും മാനസാന്തരപ്പെടാനും വളരാനും നിങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ let me remind you of this truth, that regardless of how the enemy tries to destroy you, how the enemy tries to take apart stone from stone and leave everything as burned ruins, I tell you the truth, that if you have a desire, you show the eagerness, you have the surrender before the presence of God to rebuild what is broken, the Spirit of the Lord is able to, hallelujah, bring back what is, hallelujah, laying in ruins. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കാമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഈ ആണ്ട് കഴിയുന്നതിന് മുൻപ് അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മീയ തലത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിക്കും. ദൈവത്തിന്റെ ആത്മാവ് പണിത് ഒരുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. I believe this is true, that before this season is over, if you remain in prayer and hallelujah with an eager desire before the presence of the Lord, then the Holy Spirit is able, hallelujah, to completely transform your family life, your personal life, and change the situation that you find yourself in. ശമരിയ സൈന്യം വന്നു നിൽക്കുമ്പോഴും ധൈര്യത്തോടെ ഒരു വശത്ത് നെഹമ്യാവും കൂട്ടരും മതിൽ പണിയുകയാണ്. Despite the fact the army of Samaria stands in opposition, we see Nehemiah and the people of God stand boldly and in confidence, hallelujah, doing the work that they have been entrusted. And when, hallelujah, this mockery was spoken against them, when they were scorned and when they were, hallelujah, spoken against, we see Nehemiah and the people of God, they prayed a prayer. Praise the Lord. Hallelujah. പണിത് മുൻപോട്ട് പോകുവാൻ, കൃപയിൽ വളരുവാൻ, ആത്മാവിൽ ബലപ്പെടുവാൻ നിങ്ങൾ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തോണം, കൂടെ കൂടെ ആത്മാവിൽ പ്രാർത്ഥിച്ചോണം, ആത്മാവിൽ പൊരുതിക്കോണം, എങ്കിൽ മാത്രമേ പണിത് മുൻപോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. If any of us desire that we should rebuild what is broken, we should move forward in our Christian lives, we should, hallelujah, grow once more, we should mature, hallelujah, then let me tell you this, time and time again, surrender yourself to a prayer in the Spirit. Praise the Lord. Hallelujah. നമ്മുടെ ലക്ഷ്യം പകരം വീട്ടുക എന്നുള്ളതല്ല. Our intention is not that we should seek retribution. നമ്മുടെ വിഷയം എല്ലാത്തിനും മറുപടി പറയുക എന്നുള്ളതല്ല. Our intention is not that we could give a good reply to every word that's spoken against us. ചുരുങ്ങിയ സമയത്തിനകത്ത് പണി തീർക്കണം. But our intention is only this, that within a short time we should rebuild what is broken. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. And so they prayed. ആറാമത്തെ വാക്യം. Verse 6.
ശ്രദ്ധിച്ച ശമരിയ സൈന്യം ഒരു വശത്ത് വെല്ലുവിളിക്കുന്നു, ഇവിടെ നെഹമ്യാവും കൂട്ടരും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മതില് പണിയുന്നു. അവിടെ വായിച്ചൊരു കാര്യമുണ്ട്, സ്തോത്രം, വേല ചെയ്യാൻ ജനത്തിന് ഉത്സാഹമുണ്ടായിരുന്നു. See, on one side, the enemy, the army of Samaria, Sanballat, his brothers, they all stand against in opposition to people, the Nehemiah and the people of God. On the other hand, Nehemiah and hallelujah, God's people do not take a single step backwards. Rather, they continue the work with confidence. And we read in verse 6, they built the wall. And one thing in particular that I'd like to highlight is it says that the people, they had a mind to work. Praise the Lord. പ്രാർത്ഥനയും ഉത്സാഹവും. Hallelujah. We see here that they prayed and they had a mind to work. They had enthusiasm. കൈ കൊടുത്തിട്ട് ഒന്ന് കുലുക്കി പറയണം, ക്ഷീണം മാറാനായിട്ട്. പ്രാർത്ഥനയും ഉത്സാഹവും എന്ന് പറഞ്ഞു. Turn to the person next to you and say prayer and eagerness. നല്ലതായിട്ട് പറഞ്ഞു, പ്രാർത്ഥനയും ഉത്സാഹവും. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞു പ്രാർത്ഥനയും. Could you say that? Prayer and initiative. ചിലർ ഓർക്കും ഇപ്പൊ എന്തോ പറഞ്ഞത്. പ്രാർത്ഥനയും ഉത്സാഹവും. Prayer and initiative. ഉറക്കെ പറഞ്ഞു. സമരിയ സൈന്യം ഇറങ്ങി നിൽക്കുമ്പോൾ, see, the army of Samaria are stood there. കഴിവില്ലെന്ന് പറയുമ്പോൾ, when they say that you are feeble, ഒരു ദിവസം കൊണ്ട് പണി തീർക്കുമോ എന്ന് വെല്ലുവിളിക്കുമ്പോൾ, when they taunt and ask the question, will you rebuild in a day, കൂമ്പാരത്തിൽ നിന്ന് കല്ലെഴുന്നേൽപ്പിക്കുമോ, when they ask the questions, will you bring back the stones from the rubbish heaps, ജനത്തെ നിന്ദിക്കുമ്പോൾ പ്രാർത്ഥിക്കുക മാത്രമല്ല അവരുടെ ഉത്സാഹം വർദ്ധിപ്പാനിടയായി തീർന്നു. when time and time again they despise and mock the people of God, they are not discouraged. Rather, they pray and they take initiative to do the work of God. ആത്മീയ വിഷയത്തിൽ വളരണമെങ്കിൽ ഉത്സാഹം വേണം. If we want to grow in spiritual matters, we need to have enthusiasm. നമ്മളെ പുഷ്പ ട്രെയിൻ പോലെ ഉന്തി വലിച്ചുകൊണ്ടാ കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആർക്കും പ്രത്യേകിച്ച് ഉത്സാഹമൊന്നും ഉത്സാഹം ഉണ്ടെന്ന് ഒരു എന്താ പറയണ്ടേ, ഉത്സാഹം എനിക്കുണ്ടെന്ന് വിശ്വാസമുള്ളവർ മാത്രം ആ കാര്യമൊന്നും ഉയർത്തുന്നത് കാണാനുള്ള സന്തോഷം കൊണ്ട്. If you have confidence that you have that initiative, you have that enthusiasm. അവൻ ചെറുത്ത കൈവെക്കുന്നോണ്ട് തല കുനിച്ച് വെച്ചേക്കുക. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചാട്ടെ, കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അകത്തൊരു ഉത്സാഹം വേണം. What God desires is that we should have that eagerness in our hearts. ഇനി എന്റെ സമയം ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. I will not waste my time and give it over to the enemy. ഞാൻ ആഗ്രഹിക്കത്തില്ല. I don't wish to lay in ruins. എനിക്ക് ശുശ്രൂഷ പ്രാപിക്കണം. I need to receive the ministry of God. കൃപാവരം പ്രാപിക്കണം. I need to receive the grace of God. എന്നെ കർത്താവിനോട് നിൽക്കണം. I want to stand for Jesus. ശത്രുവിന് എന്റെ ഭവനത്തിന് ഇടാൻ കൊടുക്കത്തില്ല. The enemy has no foothold in my life. ഈ വർഷം കഴിയുന്നതിന് മുൻപ് എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. Before this year is through, I want to do something for my Lord. ഇന്ന് പകൽക്കാലം ഉത്സാഹം വർദ്ധിക്കട്ടെ. Let hallelujah that eagerness rage within us. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഉത്സാഹത്തെക്കാൾ കൂടുതൽ നമുക്ക് എന്തോ ഉള്ളേ നിങ്ങൾ ഉറക്കെ പറ, ഞാൻ പെട്ടെന്ന് നിർത്താം, ക്ഷീണിപ്പിക്കത്തില്ല. ഉത്സാഹത്തെക്കാൾ കൂടുതൽ നമുക്ക് എന്തോ ഉള്ളത്? എന്തേലും ഒന്ന് കേൾക്കാനിരിക്കും. ഒരു കാര്യം പറഞ്ഞ, സഭായോഗം മുടക്കരുത് കേട്ടോ. സഭായോഗം എന്ത് ചെയ്യില്ലേ? ഞാൻ എല്ലാവരും ഒന്ന് നോക്കിക്കോട്ടെ. സഭായോഗം എന്ത് ചെയ്യില്ലേ? നീ ഫോൺ വിളിച്ചില്ലെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു എല്ലാവരും നോക്കി അങ്ങ് പറയുക. സഭായോഗം എന്ത് ചെയ്യില്ലേ? മുടക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഡ്യൂട്ടിക്കുള്ളവരെ എക്സ്ക്യൂസസ് ഉണ്ട് കേട്ടോ. ഞാൻ അവരെ ഉദ്ദേശിച്ചില്ല, അവർ ഡ്യൂട്ടി ഉള്ളവർക്ക് പോയേ പറ്റത്തുള്ളൂ. അതല്ലാതെ ഇനി തലവേദനയോ എന്തുണ്ടേലും ആ വേദനയുമായിട്ട് ഇങ്ങ് പോരെ. നടുവേ എന്ത് ക്ലേസ് കേട്ടാണെങ്കിലും ഞായറാഴ്ച അതുമായിട്ട് ഇങ്ങ് പോരെന്നേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഉത്സാഹം നഷ്ടപ്പെട്ടു പോകരുത്. ആരാധനയുടെ മഹത്വം നഷ്ടപ്പെട്ടു പോകരുത്. എന്തു വില കൊടുത്തും നീ തെളിയിക്കണം, എന്റെ ആരാധന മുടക്കാൻ കഴിയത്തില്ല, എന്റെ ദൈവിക ബന്ധത്തെ അകറ്റാൻ കഴിയത്തില്ല. ശത്രു ഒരു വശത്ത് നിന്ദിക്കുകയും അപവാദം പറയുകയും ചെയ്യുമ്പോൾ അതിന് മുൻപിൽ വാടി ക്ഷീണിച്ചിരിപ്പാനല്ല, നീ ആത്മാവ് ചടകൊടഞ്ഞെഴുന്നേൽപ്പാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. When the enemy wages war against you, your body, mind and soul,
let me tell you, do not, hallelujah, allow the enemy to trample you or to throw you, hallelujah, to scrunch you up and throw you in a corner. Rather, take the, hallelujah, strength of the Lord, take the courage of the Lord, and to say, even despite the attacks of the enemy, despite the scorn that the enemy brings against you, to say, it doesn't matter what you say against me, I will still stand strong for the Lord. I will still rise up and, hallelujah, build these broken walls. Praise the Lord. അടുത്ത ആഴ്ച നാളെ മുതൽ വാട്സാപ്പ് പ്രാർത്ഥനയാണ്. We have a fasting prayer from tomorrow. ഇപ്പോഴേ അലാറം ഒക്കെ സെറ്റ് ചെയ്ത് വെക്കണം. Set the alarms. അത് നമുക്കെല്ലാം മറവി ഉള്ളവരാ. Because we might forget. ഒരു അരമണിക്കൂർ മുൻപേ അലാറം വെക്കണം. Set an alarm half an hour before the meeting starts. 6:30 പ്രാർത്ഥനയുണ്ട്. There's 6:30, there's രാവിലെ prayer. 10:30 പ്രാർത്ഥനയുണ്ട്. There is prayer at 10:30. ഈ ഉറങ്ങിയിട്ട് എന്തേലും പ്രയോജനമുണ്ടോ? Are you gaining anything after all this sleeping and sleeping and sleeping? അവധിയാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? ഉറക്കവാ സഹോദരം. ഒരു 11 മണിക്കാലും എഴുന്നേക്കല്ലോ. അത്ര ഉറങ്ങിയാ പോരെ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. രാത്രി 10 മണിക്ക് കിടന്നിട്ട് പിറ്റേ ദിവസം 10 മണി 12 മണിക്കൂർ ഉറങ്ങിയാ പോരെ? ഈ രാത്രി 6 മണി വരെ ഉറങ്ങുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉത്സാഹം വർദ്ധിക്കണം. പരിശുദ്ധാത്മാവിന് പലതും പകരാനുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന് പലതും ചെയ്യാനുണ്ട്. നമ്മുടെ നിരുത്സാഹം, നമ്മുടെ മടി, നമ്മുടെ അലസത എവിടെയൊക്കെയോ ദൈവത്തിന്റെ ആത്മാവിന് അവൻ പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ വളരെ സ്നേഹത്തിന്റെ ആത്മാവിൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. ആത്മീയ വിഷയത്തിൽ അല്പം കൂടെ ഉത്സാഹം കാണിച്ചേ മതിയാകത്തുള്ളൂ. The Spirit of the Lord wants to remind us that we need to have this eagerness, we need to have the enthusiasm, we need to take initiative for the work of the Lord. We should put aside our laziness, put aside our complacence, and we should, hallelujah, take it upon ourselves to do God's work. Praise the Lord. ചുരുക്കി പറഞ്ഞാൽ ഈ നിന്നക്കകത്ത് പാതി പൊക്കം എന്ത് ചെയ്തു? മതില് പണിതു. Hallelujah. In other words, we read through this passage of scripture and we see despite the fact they are being mocked and scorned and despised, they are able to build up the wall so at half the height. ശമരിയ സൈന്യം പോയോ? Did the army of Samaria, did they leave? നിന്നകൾ അവസാനിച്ചോ? Did they stop mocking? പക്ഷെ ഇതിന്റെ എല്ലാത്തിനും നടുവിൽ പണിയുന്ന വിഷയത്തിൽ മുടക്കം വന്നില്ല. ഇതൊരു വശത്തുള്ളപ്പോൾ തന്നെ ഉത്സാഹവും പ്രാർത്ഥനയും ദൈവം ഏൽപ്പിച്ചത് പൂർത്തീകരിപ്പാൻ കൃപ കൊടുത്തു. Hallelujah. It's not once the mockery and the scorn and the army that was stood against them and the opposition left. It was in spite of, hallelujah, all this opposition that they were still able to give themselves up for the work of the Lord. ദൈവ സഭയ്ക്കകത്ത് ഉത്സാഹമുള്ളവരെ വേണം. We need, hallelujah, enthusiasm within the church. ഏത് കാര്യത്തിന് ഓടി നിൽക്കുവാൻ മുൻപ് നിൽക്കുവാൻ നമ്മുടെ യൗവനക്കാർ തയ്യാറാകണം. Our young people should be ready and prepared to give themselves up, their time and their energy to do whatever it may be for the work of the Lord. Praise the Lord. Hallelujah. എനിക്ക് നമ്മുടെ ജോജിച്ചായനെ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളുടെ സഹോദരനായോണ്ട് പറയുകയല്ല. അവൻ രാവിലെ ആകുമ്പം ഇനി ഒരു 4 ട്രിപ്പ് അടിക്കണോ അദ്ദേഹം തയ്യാറാ. സമയം അവൻ 10:30 വരെ അദ്ദേഹം ഓടും. ആരെ വേണേലും വിടും, ആരെ വേണേലും എന്ത് ചെയ്യും? എടുക്കും. ഒരു പ്രത്യേക കൃപയാണ്. സ്തോത്രം. I especially thank God for Georgie uncle. He doesn't matter what time of the morning it is, what time of the day it is. If he has to go back and forth 4 times, he will do it to bring people to the presence of God. അപ്പം ബാക്കിയുള്ളവർ പറയും ഈ പുള്ളി ഞങ്ങളോ അമ്മ സ്തോത്രം എല്ലാവരും ഉണ്ട്. ഞാൻ എടുത്തു പറഞ്ഞത് അമ്മ സ്തോത്രം ഹല്ലേലൂയ 1, 2, 3, 4 ട്രിപ്പ് അടിക്കാനായിട്ട് യാതൊരു മടിയില്ല. Hallelujah. I praise God for all of you who are able to show that enthusiasm and eagerness in God's presence to do God's work. എന്റെ വലത്ത ഭാഗത്ത് ഒരാൾ ഇരിപ്പുണ്ട്. അമിസ്വരം പാമ്പിടിച്ചവൻ കുടുംബത്തെ ഒക്കെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് ഓടി വന്നിട്ട് ആരെയും വിടാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചെയ്തത് പറയണം. റോണി ബ്രദറിനെ പറ്റിയാ പറഞ്ഞത്. I'm talking about Ronnie. ഷായിച്ചാനായിക്കോട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ സ്തോത്രത്തിൽ ഞാൻ പറഞ്ഞത് ഉത്സാഹം ഏത് കാര്യത്തിനകത്തും. നമ്മുടെ ഷെറുവും ബ്രദർ വണ്ടി എടുത്തു. എനിക്ക് സന്തോഷം തോന്നി. വർഷങ്ങളെ ആരെയാ വിടേണ്ടത്? കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരു ട്രിപ്പ് കൊടുത്തു. സ്തോത്രം ഒരു ഫസ്റ്റ് ഇനാഗുറേഷൻ ട്രിപ്പ് എന്ത് ചെയ്തു? കഴിഞ്ഞ ആഴ്ച കൊടുത്തു. ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞു വർഷം ഞങ്ങളെ ആരെയും കൊണ്ടുവരണമെങ്കിൽ പറയണം. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. Amen. Hallelujah. Praise the Lord. Praise God. നമ്മുടെ സഹോദരന്മാര് സൺഡേ സ്കൂൾ കഴിയുന്ന ഉടനെ എല്ലാവരും ഓടിപ്പോയി കസ്താര കൊണ്ടുവരുന്നു, ഇടുന്നു. ഇതൊക്കെ തന്നെ ദൈവസഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. When I see that the brothers and the sisters in our church are able to take initiative and are enthusiastic in doing the work of the Lord, that brings me great joy. Praise the Lord. ഏത് കാര്യവും പറയാതെ നോക്കി കണ്ട് ചെയ്യാനുള്ള ഉത്സാഹം
ഉത്സാഹം ദൈവമക്കൾക്ക് വേണം. Hallelujah, the children of God need that. They need the initiative without being told, without being appointed, without being asked, just to say, to look and to see and to understand the situations in which they need to offer themselves. ഇവിടെ പാട്ട് പാടുമ്പോൾ ഉത്സാഹത്തോടെ താല്പര്യത്തോടെ പാടി ദൈവത്തിന് മഹത്വം കൊടുക്കണം. Hallelujah, when we are singing the songs, that we are with initiative, taking eagerness and enthusiasm to sing and to give glory to God. ഏത് കാര്യത്തിനകത്തും ഈ ഉത്സാഹവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ അവരിലൂടെയാണ് കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യാനിടയായി തീരുന്നത്. Whatever it might be, if we have the enthusiasm and take the initiative to do God's work, he is able to do great and marvelous things through us. തീത്തോസിനെ പറ്റി പറയുന്നത് അവൻ അത്യുത്സാഹിയായിരുന്നെന്നാണ്. About Titus we read that in the scriptures that he was greatly enthusiastic. ഉത്സാഹം വേണം, അത്യുത്സാഹവും വേണം. We need that eagerness, we need that great enthusiasm. ഞാൻ പറഞ്ഞതെല്ലാം Do you മനസ്സിലാകുന്നുണ്ട്? understand what I'm saying? പ്രൈസ് ദി ലോർഡ്. കാരണം Hallelujah. അടുത്തായിട്ട് ഉപവാസപ്രാർത്ഥന ആയതുകൊണ്ട് ഒന്ന് ശാന്തമായിട്ട് പോകുന്നത്. സ്തോത്രം. Hallelujah. രാത്രികാലം പകൽക്കാലം പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഒരു നിന്ദയുടെ വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു പ്രത്യേകതയുണ്ട്. മുഖത്ത് നോക്കി അറിയാം ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്. What happens is when somebody scorns us, like the people here are being scorned, when somebody mocks us or says a negative word against us, what happens is that our faces change. We are easily upset and offended. പണക്കുണ്ടെങ്കിൽ മുഖത്ത് നോക്കി അറിയാം. ഭവനത്തിനകത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി അറിയാം. പ്രൈസ് ദി ലോർഡ്. ആരോടെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ വല്ലാത്ത വിഷമം ഉണ്ടെങ്കിൽ ഇതെല്ലാം മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങനെ ഒരു കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. When you look at their face, you're able to see whether they're upset, if they've been offended, if there is an issue with a relationship somewhere, you're able to see it on their faces. അതുകൊണ്ട് ഈ സീസണൽ ഉത്സാഹം നമുക്ക് വേണ്ട. And so we don't want this seasonal fluctuating enthusiasm. ഉത്സാഹം എന്ന് പറഞ്ഞാൽ മരണം വരെ ഉത്സാഹം ഉണ്ടായിരിക്കണം. When I'm talking about this eagerness and enthusiasm, it should be till our dying breath. വിളിച്ചില്ലെങ്കിൽ പ്രയാസം. If somebody doesn't call us, we're upset. സംസാരിച്ചില്ലെങ്കിൽ If പ്രയാസം. somebody doesn't talk to us, we're upset. നമ്മൾ വെറുതെ അനുമാനിക്കുന്ന പ്രയാസങ്ങൾ ഒത്തിരിയുണ്ട്. And there are lots of different things that we just assume and then we become upset. ഇതെല്ലാം ഉത്സാഹത്തെ കെടുത്തി കളയാനാണ്. And it all dampens down our enthusiasm. ഇന്ന് പകൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് മടുപ്പ് മാറിയിട്ട് ആത്മാവിൽ ഉത്സാഹരാകാൻ ദൈവാത്മാവ് ഒരു ആഹ്വാനം തരികയാണ്. The Spirit of the Lord encourages us this morning that we should set aside our complacency, we should set aside the feeling of being fed up and instead take on this eagerness and be enthusiastic for the Lord. നിങ്ങളെ മടുപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. There are many things that have come in your life that try to dampen your mood. ഈ വിന്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം മടുപ്പായിട്ടുണ്ട്. As this winter has passed by, that was more than enough to dampen us. ഈ ഇങ്ങോട്ട് യുകെയിലോട്ട് വന്നപ്പം എല്ലാവരും പറഞ്ഞു ദൈവം എന്നെ അയച്ചു, വാഗ്ദത്തം നിറവേറി, മഞ്ഞ് പെയ്യുന്ന ദേശത്തോട്ട് കർത്താവ് കൊണ്ടിറക്കി, ദൈവം എത്ര നല്ലവൻ, വിശ്വസ്തൻ, ഗ്ലോറി, രക്തം, ജയം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന സാക്ഷി പറയുന്നത്. Yeah, when we arrived here in this land, when we set foot off the airplane, we said to God, thank you so much for sending us here. Your promise has been fulfilled. You've sent us to the land that, hallelujah, where there is snow, and we are so happy to be here. Thank you for fulfilling your promises. ആദ്യത്തെ വിന്റർ 6 മാസം കഴിയുന്നതോടുകൂടി ഈ വാഗ്ദത്തം എല്ലാം മാറും. But as soon as we go through, we endure that first winter, those 6 months of cold and darkness, all of that is put to the side. സ്തോത്രം. നമ്മൾ സംശയിക്കാൻ തുടങ്ങും. We start to doubt. പിന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എല്ലാവരും പറയും, എടി എന്താണ് നമുക്ക് എല്ലാവർക്കും ഓസ്ട്രേലിയ പോവാം, നമുക്കല്ല ന്യൂസിലാൻഡിൽ പോവാം, ഇല്ല കാനഡയിൽ പോവാം. സ്തോത്രം. ദൂതും 6 മാസത്തിനകത്ത് വാഗ്ദത്തം എന്ത് ചെയ്തു കൊണ്ടുവന്നതും ഇനിയൊക്കെ ഉണ്ടല്ലോ. പുതുതായിട്ട് വരുന്ന ഒരു സാക്ഷ്യം പറയുമ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ, 6 മാസം കഴിയുമെന്ന് കേൾപ്പിക്കാൻ. അപ്പോൾ ശ്രദ്ധിച്ചാട്ട് ഇങ്ങനെ നിറഞ്ഞ ഹൃദയത്തോടെ വന്നു. ആദ്യത്തെ വിന്ററോട് കൂടി ഇതെല്ലാം എന്ത് ചെയ്തു? അയച്ചതും പോയി, ദൂതും പോയി, വാഗ്ദത്തം പോയി, എല്ലാം പോയി. ഇപ്പൊ എന്ത് ചെയ്യുകയാ? ഞാൻ കുറ്റം പറയുമൊന്നുമല്ല കേട്ടോ, ഒരു ഉള്ള കാര്യം പറയുന്നു. പിന്നെ പറഞ്ഞു, പാർശ്വ ഒരു വാഗ്ദത്തം കിട്ടി, ഇവിടെ ഒന്നും അല്ല, ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയ. ചിലരൊക്കെയാണ് പറയും, പോകുന്നവരൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നതല്ല, നല്ല കാര്യം, നിങ്ങൾക്ക് അവസരങ്ങളും സാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിനകത്ത് യാതൊരു കുഴപ്പമില്ല കേട്ടോ, ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല. പക്ഷെ എവിടെ പോയാലും പ്രാർത്ഥിച്ച് ആലോചന പ്രാപിച്ചു പോക്കോ. ഞാൻ പറയേണ്ട കാര്യം, ചിലരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇതൊന്നും പറയത്തില്ല, അറിയത്തേ ഇല്ല. പിന്നെ
പോകുന്നതിന് തലേദിവസം ഒരു സാക്ഷി പറയും, ഞാൻ അങ്ങോട്ട് കൊണ്ട് കൊടുത്ത ഉടനെ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് മെയിൽ വന്നു, ഓസ്ട്രേലിയക്കുള്ള വിസ എന്ത് ചെയ്തു. പണ്ട് ആഹരോം പറഞ്ഞ പോലെ അമിസ്വ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ട് ഇട്ട ഉടനെ കാളക്കുട്ടി പുറത്തോട്ട് വന്ന് പറഞ്ഞ പോലെ. നേരത്തെ പറയാമെങ്കിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മൊമെന്റോ ഒക്കെ തന്ന് എല്ലാവരും വിടാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയേണ്ട സാരം വിന്തർ കണ്ടു പോകരുത്. ദൈവം അയച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണം? 100% പോയേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ സാരം ഹല്ലേലൂയ, മടുപ്പിക്കുന്ന നിരുത്സാഹപ്പെടുത്തുന്ന പല കാര്യങ്ങൾ ജീവിതത്തിനകത്ത് കയറി വരും. There are many things that come into our life that the enemy tries to bring to destroy us, to discourage us, to weaken us. Praise the Lord. ആമേൻ. ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കാതെ ആമേൻ നമ്മളെ തകർക്കുന്ന പല മേഖലകൾ കൂടി ആമേൻ ശത്രു കടത്തിവിടും. There are many hallelujah situations that the enemy takes us through, pulls us into, causes us to fall into, to try and discourage us and to destroy our spiritual life. ആമേൻ. കുടുംബ ജീവിതത്തോടെ ശത്രു വെല്ലുവിളിപ്പണിയായി തീരും. The enemy will mock and scorn and taunt and wage war against our family life. തലമുറകളുടെ ശത്രു വെല്ലുവിളിപ്പണിയായി തീരും. The enemy will wage war against our children. ആമേൻ. മടിപ്പിക്കുന്ന ചില വിഷയങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞോണം, ഇത് പ്രാർത്ഥിച്ച് ജയിക്കേണ്ട വിഷയമാണ്. And as soon as these things enter into our lives, we need to recognize that they have been brought so that we can overcome them. We can hallelujah win victory over them by prayer. ആമേൻ. നമ്മളല്ല ഓടേണ്ടത്, ശത്രു ഒരു വഴിയായി വന്നത് 7 വഴിയായി മടക്കി വിടാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. It's not we who have to run away from the enemy. The enemy who came as one will flee, will be scattered in 7 different directions. അവിടെ ഇന്ന് പകൽക്കാലം എല്ലാ മടുപ്പിന്റെ ആത്മാവിനെ കർത്താവ് ശാസിപ്പാൻ ആഗ്രഹിക്കുകയാണ്. And so I remind you today that the Spirit of the Lord wants to rebuke every spirit of complacency. അവൻ കുഞ്ഞാന്ന് ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തിയല്ലെന്ന്. Hallelujah, you have not been called to remain അവൻ like നിങ്ങളുടെ this. ആരാധന ഇങ്ങനെയല്ല. Your worship is not supposed to be at this ഇതിലും level. ശക്തമായി ദൈവത്തിന് പ്രയോജനപ്പെടേണ്ട താലന്തുള്ള ഇതിനകത്ത് ഇരിപ്പുണ്ട്. Oh, there is more that the Spirit of the Lord expects from you. There is more that God wants to fulfill through you. അവൻ അഭിഷേകമുള്ള പലതും ഇതിനകത്ത് ഇരിപ്പുണ്ട്. There are many who are anointed. അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടതിന്റെ അകത്ത് നിൽപ്പുണ്ട്. There are many who are sat here who are meant to be standing അവൻ for the Lord. എവിടെയൊക്കെയോ നീ മടുത്തു പോയിട്ടുണ്ട്. Somewhere, somehow you've been, hallelujah, you've become അവൻ weakened. എവിടെയൊക്കെയോ നീ നിരാശപ്പെട്ടു പോയിട്ടുണ്ട്. You have been discouraged in അവൻ your heart. എവിടെയൊക്കെയോ നീ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. You said somewhere that God, this is enough. ഇന്ന് പകൽക്കാലം ആത്മാവ് തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. അവന്റെ ഉത്സാഹത്തോടെ എഴുന്നേൽപ്പാൻ ദൈവാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. But the Spirit of the Lord taps you on the shoulder and says, no, this is enough, my child, get up. You need enthusiasm. You need to be filled with eagerness. അവൻ വ്യക്തികളുടെ വാക്ക് കേട്ട് ചില സംഭവങ്ങൾ, ചില സാഹചര്യങ്ങൾ നിന്നെ മടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിന്നെ പുറകോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നീ മുൻപോട്ട് വാ. ആമേൻ. ഉത്സാഹിയാകാൻ ദൈവാത്മാ ചിലരെ നോക്കി ദൂത് പറയുകയാണ്. If the words of people have caused you to be discouraged, have weakened you, have hurt, hallelujah, your heart, let me tell you, don't let the enemy pull you back. Instead be, hallelujah, greatly enthusiastic for the work of the Lord. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവനായി തീരാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. God wishes that we would not grow tired in enthusiasm, but we should rage in zeal for God. ആമേൻ. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും തീർന്നിട്ട് കർത്താവിനോട് നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. Don't think, hallelujah, don't be deceived in thinking that once all of these problems are solved, then I will stand for God. No. ആമേൻ. ഇന്ന് പകൽക്കാലം മടുത്തിരിക്കുന്ന ചിലരെ നോക്കിയാണ് ഈ ദൂത് പറയുന്നത്. Because hallelujah, today the Spirit of the Lord speaks to you, knowing that you are discouraged, knowing that you are weak in spirit. ആമേൻ. ആത്മാവ് ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. The Spirit of the Lord wants to pick you up. എല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റ് നിന്നാട്ടെ. Could you stand up for a moment in God's presence? ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ ആത്മാവ് ഘട്ടം ഘട്ടമായി പണിതുകൊണ്ടിരിക്കുകയാണ്. The Spirit of the Lord is, hallelujah, building us up phase by phase. ആമേൻ. നഷ്ടപ്പെട്ട പ്രാർത്ഥന ജീവിതം ദൈവം മടക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. The prayer life that you have forsaken, that you have lost, the Spirit of God wants to return to you. ആമേൻ. നഷ്ടപ്പെട്ട ദൈവിക ബന്ധത്തിലോട്ട് ദൈവം മടക്കി വരുത്തുകയാണ്. The relationship with Jesus that you have neglected, the Spirit of the Lord wants to bring it back. എന്നാൽ നിന്നെ പണ്ടത്തെ പോലെയാക്കാൻ നീ പ്രതീക്ഷിക്കുന്ന മടുപ്പിന്റെ മേഖലകളിലൂടെ നീ നടന്നു പോകുന്നുണ്ട്. But hallelujah, there is the spirit of complacency, a spirit of being fed up that, hallelujah, is preventing you from getting back to where you were before. നിനക്ക് ഒന്നിലും സന്തോഷിക്കാൻ കഴിയുന്നില്ല. Unable, hallelujah, to experience your joy
joy of the Lord. നിനക്ക് ജോലി ഉണ്ടെങ്കിലും നിനക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. Even though you have a good career, you're not satisfied. നീ ആലയത്തിൽ വരുന്നുണ്ടെങ്കിലും നീ സന്തോഷിക്കുന്നില്ല. Though you come to the temple of God, you are not satisfied. എവിടെയൊക്കെയോ മടുപ്പ് നിന്നെ പിടികൂട്ടിയിട്ടുണ്ട്. Somewhere, hallelujah, this spirit of discouragement has trapped you. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. Hallelujah. ആ മടുപ്പിനെ സ്പിരിറ്റിനെ ഇന്ന് പകൽ കർത്താവ് ശാസിക്കണം. Oh, the Spirit of the Lord wants to cast out those thoughts of discouragement. നിന്റെ താല്പര്യത്തെയും എവിടെയൊക്കെ തല്ലിക്കെടുത്തുന്നത് പോലെ പിശാച് പോരാടുമ്പോൾ ഇന്ന് ആത്മാവ് നിന്നെ സഹായിക്കുകയാണ്. നിന്റെ ആ മടുപ്പിന്റെ ആത്മാവിനെ കർത്താവ് ശാസിച്ചിട്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് മൂർച്ച കൂട്ടി ആരാധിക്കേണ്ട പോലെ, ശുശ്രൂഷിക്കേണ്ട പോലെ, അഭിഷേകത്തെ ജ്വലിക്കേണ്ട പോലെ നിന്നെ ഒന്ന് ആക്കി തീർക്കാൻ ദൈവാത്മാവ് ഇന്ന് പകൽ ആഗ്രഹിക്കുക. Oh, the Spirit of the Lord wants to cast out the attacks of the enemy that try to bind you up, that try to keep you in chains, that try to prevent and destroy your eagerness and your enthusiasm. And hallelujah, the Spirit of God wants to say, no, get up my child, I want to fill you with a new strength. Oh Jesus, എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. Can we all have this prayer? Can we all have this prayer? ആ മടുപ്പിന്റെ അന്തരീക്ഷം മാറട്ടെ, ആ നിരാശയുടെ ആത്മാവ് മാറട്ടെ. അത്യുത്സാഹിയാകേണ്ട നിന്നെ, ആ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട നിന്നെ എവിടെയൊക്കെ തളച്ചിടാൻ ശത്രു പദ്ധതിയിടുമ്പോൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ആ മടുപ്പിന്റെ അന്തരീക്ഷം മാറി അത്യുത്സാഹിയായി. Hallelujah. 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 ശാമനവൈഡബാലം തരാജകൾ കബാലം തരതിയാതന. യേശുവിന്റെ നാമത്തിൽ ആത്മമണ്ഡലത്തിലെ മടുപ്പുകൾ മാറട്ടെ, ആത്മമണ്ഡലത്തിലെ ഉദാസീനതകൾ മാറട്ടെ, നിരാശകൾ മാറട്ടെ. പ്രാർത്ഥിച്ച് മുന്നേറാൻ കഴിയാതെ, ആത്മാവിൽ മുന്നേറാൻ കഴിയാതെ എവിടെയൊക്കെ തളച്ചിടുന്ന ശത്രുവിന്റെ മുഖങ്ങൾ ഇന്ന് പകൽക്കാലം അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ നീ ഉത്സാഹിയായി തീരാൻ. ശക്തിയോടെ കർത്താവേ എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് ശക്തീകരിക്കണമേ. ആ ഉത്സാഹം മടക്കി തരണമേ, ആ ഉത്സാഹം മടക്കി തരണമേ, ആ ഉത്സാഹം മടക്കി തരണമേ. എന്റെ മടുപ്പ്, എന്റെ ക്ഷീണം, എന്റെ ഉദാസീനത മാറ്റി എന്റെ ദൈവമേ ആ ഉത്സാഹമുള്ള ഒരു അന്തരീക്ഷത്തിലോട്ട് എന്നെ മടക്കി വരുത്തണമേ. എല്ലാ മേഖലകളിലും മടുപ്പിക്കുന്ന മുഖത്ത് യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ജനം നിന്നിൽ ആനന്ദിക്കട്ടെ, ജനം ആത്മാവിൽ സന്തോഷിക്കട്ടെ, ജനം ആത്മാവിൽ ബലപ്പെടട്ടെ. വെറുതെ നിരാശ കൊണ്ടുവരുന്ന, വെറുതെ ഭാരം കൊണ്ടുവരുന്ന, വെറുതെ മടുപ്പിക്കുന്ന ശത്രുവിന്റെ സകല പദ്ധതികൾ ശക്തിയോടെ ദൈവാത്മാവിന്റെ സാന്നിധ്യം, ദൈവാത്മാവിന്റെ സ്പർശനം ഇന്ന് പകലക്കാലം ചിലരെ തൊടുകയാണ്. അവൻ ഇങ്ങനെ ഇരിക്കേണ്ടവളല്ലെന്ന്, നീ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല. അവൻ നിന്റെ ഉത്സാഹം എവിടെ, നിന്റെ ഭക്തി എവിടെ, നിന്റെ ആരാധന എവിടെ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങുക, നീ ഭയപ്പെടേണ്ടാന്നേ. ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥനയും ഉത്സാഹവും യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. പ്രാർത്ഥനയും ഉത്സാഹവും യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. പ്രാർത്ഥനയും ഉത്സാഹവും യേശുവിന്റെ നാമത്തിൽ ദൈവസഭയുടെ മേൽ മടങ്ങി വരട്ടെ. ഓ ജീസസ്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരും
ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ല ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. അവനൊന്നും അസാധ്യമായില്ല, എന്റെ മുന്നിൽ നിശ്ചയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല, എന്റെ മുന്നിൽ നിശ്ചയം എനിക്കുണ്ട്.
ആഘോഷിക്കട്ടെ, ഉത്സാഹത്തോടെ ദൈവത്തെ സേവിക്കട്ടെ. എല്ലാ വടുപ്പിന്റെ ആത്മാവ് അടിയട്ടെ, എല്ലാ നിരാശയുടെ മാഴങ്ങൾ അഴുതു മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്യുത്സാഹികളായി തീരട്ടെ. ഓ നന്ദി കർത്താവേ. ഇന്ന് പകല് ആമേൻ സ്തോത്രം, അത്യുത്സാഹികളാകാൻ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുകയാണ്. നിന്നെ മടുപ്പിക്കുന്ന പലതും നിന്റെ ചുറ്റുമുണ്ട്. നീ ഓരോ ദിവസവും കേൾക്കുന്ന വാക്കുകൾ നിന്നെ ക്ഷീണിപ്പിക്കുന്നതായിരിക്കും. നീ നിൽക്കുന്ന സ്ഥലം നിന്നെ മടുപ്പിക്കുന്നതായിരിക്കും. ഒരു തരത്തിൽ നിനക്ക് മുന്നേറാൻ കഴിയാത്തത് 24 മണിക്കൂറും നീ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ നടുവിൽ നീ പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ച് ആത്മാവിൽ ഉത്സാഹികളാകയാൽ, ആത്മാവിൽ എരിവുള്ളവനായി തീർന്നാൽ അവൻ ശത്രു നോക്കി നിൽക്ക്. നീനെ ഉയർത്തുന്നത്, നീ മാനിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അവൻ പാതി പൊക്കം വരെ ഈ നിന്നയുടെ നടുവിൽ ഒരു പണിത് കയറിയതുപോലെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ നിന്ന മാത്രമേ കേൾക്കുന്നുള്ളൂ. നീ ഉയരുന്നത് നീ ഇതുവരെ കണ്ടിട്ടില്ല. അന്ന് നീ അപമാനം മാത്രമേ കേൾക്കുന്നുള്ളൂ. അതിന്റെ നടുവിൽ ദൈവം നിന്നെ കൊണ്ട് ചെയ്യുന്നത് നീ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് പകൽക്കാലം മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ ആത്മാവ് ഉത്സാഹത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ.